are watching and waiting. Thousands of U.S. troops put on high alert. We are working for the best. We are hoping for the best. What can and what will NATO do to support Ukraine if... Ура! ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതിരുകളില്ലാത്ത ഒരു ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. എന്നാൽ ഒരു മാസം കൊണ്ട് അവസാനിക്കുമെന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയ യുക്രൈൻ യുദ്ധം അങ്ങനെ നീണ്ടു പോയപ്പോൾ ഒരു നിമിഷം ആ മനസ്സൊന്ന് മാറി ചിന്തിച്ചുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച തൻ്റെ മിലിറ്ററി ജനറൽസിനെ അഭിസംബോധന ചെയ്ത് പുടിൻ പറഞ്ഞു, റഷ്യയുടെ യുദ്ധലക്ഷ്യങ്ങൾ മാറിയിട്ടില്ല, നമുക്ക് വേണ്ടത് സൈന്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വിലപേശലിന് ആഗ്രഹമുണ്ടെങ്കിൽ യുക്രൈൻ മുന്നോട്ട് വരട്ടെ. ഒരു പക്ഷേ പരസ്യമായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും രഹസ്യമായി സെപ്റ്റംബർ മുതൽ നയതന്ത്ര പുറംവാതിലുകൾ വഴി ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാനുള്ള വഴികൾ തേടുകയായിരുന്നു സാക്ഷാൽ പുടിൻ. ഇതുവരെ പിടിച്ചെടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. റഷ്യൻ സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നിടത്ത് വെടിനിർത്തലിന് റെഡി. പുടിൻ്റെ സന്ദേശം അമേരിക്കയെ അറിയിച്ചത് ഏറ്റവും വിശ്വസ്തരായ ക്രെംലിൻ ഇടനാഴിയിലെ അതിശക്തരായ 2 ഉന്നത ഉദ്യോഗസ്ഥർ എന്ന വിവരം ഇപ്പോൾ പുറത്തുവിട്ടത് ന്യൂയോർക്ക് ടൈംസ് ആണ്. അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ പുടിൻ്റെ യുദ്ധത്തോടുള്ള മറ്റൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് പൊരുതുന്ന യുക്രൈൻ ഈ ഓഫറിനോട് എന്ത് സമീപനമായിരിക്കും എടുക്കുകയെന്ന് ഒരു ഉറപ്പുമില്ല. വഴിതിരിച്ചു വിടുവാനുള്ള പുടിൻ്റെ അടവാണോ ഈ സന്ദേശങ്ങൾ എന്ന സംശയം ന്യായമായും ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കുണ്ട്. കരയുദ്ധത്തിൽ ഒരു കരയ്ക്കടുത്താൽ പുടിൻ വാക്ക് മാറ്റുമോ എന്ന ഒരു സംശയമാണ് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്. സന്ദേശവാഹകരായി വന്ന റഷ്യൻ ഉദ്യോഗസ്ഥരും ഇത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ നാൾ വഴിയിൽ പലപ്പോഴും അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടൽ നേരിടുകയും ചെയ്ത പുടിൻ പലപ്പോഴും പിൻവാങ്ങൽ തന്ത്രങ്ങൾ ഈ യുദ്ധത്തിൽ എടുക്കുന്നതും നമ്മൾ കണ്ടു. ലക്ഷ്യങ്ങൾ നേടുവാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ്റെ വിശ്വസ്തൻ ഡെമിട്രി പെസ്കോവ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ പതറി നിൽക്കുന്ന യുക്രൈൻ 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകണം, ഒപ്പം നഷ്ടപരിഹാരവും. പുടിൻ യുദ്ധത്തെ ന്യായീകരിക്കുന്നത് റഷ്യയ്ക്ക് അവകാശപ്പെട്ട ഭൂമി വീണ്ടെടുക്കുവാനുള്ള ഒരു ചരിത്ര നിയോഗമാണ് താൻ നയിച്ചതെന്ന ന്യായം പറഞ്ഞാണ്. റഷ്യക്കാർക്ക് സാധാരണ ജീവിതം നയിക്കുവാൻ വേണ്ടി. എന്നാൽ അതിന് ബലി കഴിക്കേണ്ടി വന്ന സാധാരണ ജീവിതം മോഹിച്ചവരുടെ അവകാശങ്ങൾക്ക് ആര് സമാധാനം പറയും? യുദ്ധം അവസാനിച്ചാലും ചരിത്രത്തിൻ്റെ താളുകളിൽ കണ്ണുനീരിൽ കുതിർന്ന് ആ കഥകളും കാണും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.